ഇതൊക്കെ ഞാൻ പണിത് മേടിച്ചതാണ്. 3.25 ഏക്കർ ഭൂമി ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ. 3ാം ക്ലാസ്സുകാരനാണ്, 3ാം ക്ലാസ്സുകാരൻ. ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടായാലേ ഇത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എല്ലാം പറഞ്ഞാലും നമുക്ക് നമ്മൾ അരി ഇടാൻ വരുമ്പോഴും ദൈവത്തെ വിളിച്ച് പോകണം, കണ്ടത്തിൽ ഇറങ്ങുമ്പം ദൈവത്തെ വിളിക്കണം, കയറി പോകണതിൻ്റെ മാതിരി. ഇന്നലെ ന്യൂനമർദ്ദം കൊണ്ടെന്ന് പറയാം, 5 ദിവസം മഴയാണ്. ഇത്രയും ചീര നീക്കുന്നു. എൻ്റെ 75,000 ഒരു രൂപയുടെ അടുത്ത് സാധനം വെള്ളത്തിൽ എൻ്റെ മാതാവേന്ന് ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. കർഷകനെ പണിയെടുക്കുന്ന കണ്ടെത്തി കഷ്ടപ്പെടുന്നവനെ ദൈവം മറക്കത്തില്ല. എൻ്റെ പേര് ജോൺസൺ. ഇവിടെ പച്ചക്കറി കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിപ്പം വാഴ വെച്ചിരിക്കുന്നത് ഒരു വാഴ 8 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. 5 അടിക്കും 6 അടിക്കും വാഴ വെച്ചാൽ വാഴ എഴിക്കും വലിയ കാല് വേണം. ഈ ഒരു കാലിന് ഞങ്ങൾക്ക് ചൂളക്കമ്പനി 70 രൂപ മുടക്കുള്ള. ഇതിപ്പോൾ ഓണത്തിന് കൊല വെട്ടിവെച്ച് ആ കൊലയുടെ വാഴക്കാൽ എടുത്ത് വേണ്ടിയിരിക്കും. 2 വാഴക്കാലിന് നാട്ടും. പിന്നെ ഇത് പച്ചക്കറിക്ക് ഇത് മുറിക്കും 2ആയിട്ട് 15 അടിയുടെ. 15 അടിയുടെ കാല് നാട്ടിയാൽ നമുക്ക് പല പ്രയോജനമാണ്. കപ്പത്തടിക്ക് പകരം കപ്പത്തടി അന്വേഷിച്ച് നടക്കേണ്ട. ഈ കപ്പത്തടിയുടെ ഇതിൻ്റെ വേര് കയറി കൃഷി കളയത്തില്ല. ഈ ചൂളക്കമ്പാകുമ്പോൾ തന്നെ ഒരു വാഴ കെട്ടി വാഴ അത് വെട്ടുന്ന പരുവത്തിനടുത്ത വാഴ വെക്കണം. ഇത് അടിക്ക് വെച്ചാൽ പിറ്റേ കൊല്ലത്തിന് കൊള്ളത്തില്ല. ഇതിന് 6 മാസം ആയുസേ ഉള്ളൂ. കണ്ടെത്തി നാട്ടുന്നുണ്ട്. പെരക്കകത്തിരിക്കുകയാണെങ്കിൽ 5 കൊല്ലം വേണമെങ്കിലും ഇരിക്കും ഷെഡ് കെട്ടാൻ. ഇതിന് നമ്മുടെ മണ്ണിന് പുളിപ്പുള്ളതുകൊണ്ട് ഒടിഞ്ഞു പോകും. ഇത് കണ്ടോ ഉണ്ടായി കിടക്കുന്നത് 5 പടല 6 പടലുണ്ട്. ഇത് നമ്മുടെ നാടൻ വാഴയാണ്. മുടക്കുണ്ടോയെന്ന് ചോദിച്ചാൽ മുടക്കുണ്ട്, ന്യായമായ മുടക്കുണ്ട്. പണിയേണ്ട സമയത്ത് പണിയണം. പണിയെടുത്താൽ കൈ നിറയെ പൈസ കിട്ടും. എല്ലാവരും പറയുന്ന നഷ്ടമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വിത്ത് വിട്ടാതിരിക്കുന്ന ഇലയ്ക്ക് ഓർഡറുണ്ട്. അതുകൊണ്ട് ആ ഇലയും പൈസയാണ്. ഒരു ഇലയ്ക്ക് 5 രൂപയാണ്. ഈയിടെ ഞാൻ മിഷ്യൻ മേടിക്കാനായിട്ട് ചെന്നപ്പോഴും പകുതി സബ്സിഡിയാണ്. അവിടെ ചെന്നപ്പോഴത്തേന് ആധാർ വേണം, പാൻ കാർഡ് വേണം, കരവടച്ച രസീത് വേണം. പാവപ്പെട്ടവനും കൃഷി ചെയ്യണ്ടേ. ഞാൻ വസ്തു ഉള്ളവന് കരവടച്ച രസീതുണ്ട്, എമ്മക്കും ഉണ്ട്. എന്നെപ്പോലും അടുത്ത കർഷകനുണ്ട്. എൻ്റെ മോൻ അടുത്ത തലമുറ ഇറങ്ങി വരുന്ന മുമ്പ് വെള്ളക്കെട്ട് വരുമ്പോൾ അച്ഛാ എന്നാത്തിനാണ് ഇതിന് പോകുന്നത് ചോദിക്കുന്നത്. പയ്യൻ അടുത്ത തലമുറ ഇറങ്ങി വരണമെങ്കിൽ ഇവിടെ കുറേ കാശ് കൊടുക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. മിഷ്യൻ മേടിക്കണ ഏതിനും ചാരായം പാറ്റാനോ മറ്റുപയോഗത്തിനൊന്നും കൊള്ളത്തില്ല. തൂമ്പ കളയ്ക്കാനേ കൊള്ളുള്ളൂ. മിഷ്യൻ കണ്ണം പൂട്ടാനേ കൊള്ളത്തുള്ളൂ. അവർക്ക് കൊടുക്കുക സബ്സിഡി മേടിച്ചിട്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നും പറഞ്ഞാൽ അത് കൊണ്ടുപോവുക, ഇത് കൊണ്ടുപോവുക, പിന്നെ ഫോട്ടോ എടുക്കണം. അതിൻ്റെ പുറകെ പോകണം. നമ്മൾ ഒരാഴ്ച നടക്കണം. എന്തെങ്കിലും ഒരു സബ്സിഡി കിട്ടുന്നത് അത് കിട്ടും. ആർക്കാണ് കിട്ടുന്നത്? ഉണ്ടനും ഉളുക്കനും കൃഷി എന്നാ ABCD അറിയാൻ മേലാത്തവൻ പേനായും പോക്കറ്റ് ഇട്ടുകൊണ്ട് കതറ് വിട്ട് നടക്കുന്ന ഗീജയെ വിളിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത പുള്ളികൾ കാശ് കിട്ടും. അതുകൊണ്ട് ഇവിടെ നാട്ടിൽ യാതൊരു ഉൽപ്പാദനവും ഉണ്ടാകത്തില്ല. ഉൽപ്പാദനം ഉണ്ടാകണമെങ്കിൽ ഒറിജിനൽ കർഷകനെ കണ്ടുപിടിച്ച് അവന് ചെയ്യണം. ഇങ്ങനെ തട്ടീരും വെട്ടീരുമല്ലോ. കർഷകനെ കനപ്പിക്കുക എന്നാണ് പറയുന്നത്. കർഷകന് കൈ നിറയെ ആദായം കിട്ടും. ദുരന്തം വെള്ളപ്പൊക്കം ഉണ്ടായില്ല മാത്രം. ഇത് വെള്ളപ്പൊക്കത്തിന് അനുവദിക്കത്തില്ല. കാണിക്കാൻ തോട് കിടക്കുന്നത് വേസ്റ്റ് കണ്ട മുഴുവനും ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർമാരും ഏല ഓഫീസറും മണ്ണടിച്ച് നികത്തുക. പിന്നെ കുറേ കേട് തെങ്ങും കുഴിച്ച് വെക്കും. പാടം മുഴുവനും പോവുക. നോക്കിക്കേ കഷ്ടപ്പെട്ട്. ഇതിനകത്ത് 3 മാസം വെള്ളം കിടന്ന് ഇപ്പോഴും 12 കിലോ 13 കിലോയുടെ ഏത്തക്കൊല ഉണ്ടായി കിടക്കുന്നത്. എല്ലാവരും പറയും നഷ്ടം വരും. കാര്യം ശരിയാ. 200 രൂപ ഇപ്പം 35 രൂപ വിലയേ ഉള്ളൂ. 35-നും 40-നും ഇവിടെ കൊടുക്കുന്നത്. ഇതൊരു 30 ദിവസം കഴിയുമ്പോൾ വെട്ടേണ്ടതാണ്. പുറത്ത് വെട്ടുന്ന തോട്ടമുണ്ട്. ഇതൊക്കെ ഞാൻ പണിത് മേടിച്ചതാണ്. 3.25 ഏക്കർ ഭൂമി ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ. 3ാം ക്ലാസ്സുകാരനാണ്, 3ാം ക്ലാസ്സുകാരൻ. ഈ വള്ളിയുടെ ചുവടെ 1.5 കിലോമീറ്ററാണ്. ഇത് ഉദ്യോഗസ്ഥന്മാർ ഏല ഓഫീസർമാർക്കോ പഞ്ചായത്ത് മെമ്പർമാർക്കോ അറിയത്തില്ല. ഇത് കണ്ടോ, അടിയൊഴുക്കില്ല. ഇതാ കാണണ്ട. ഇതാരോടെങ്കിലും പറയാമോ? ഇത് മഴ പെയ്യുമ്പം പ്ലാസ്റ്റിക് പോലും ഇങ്ങനെ പൊങ്ങും. വെള്ളം അടയും. അങ്ങനെയാണ് ഞങ്ങളുടെ കൃഷി പോകുന്നത്. മുണ്ടോപ്പാടത്ത് കൃഷി ചെയ്യും. ഇത് കണ്ടോ, ആൾക്കാർ നിന്ന് പാത്തി എടുക്കുക, അല്ലെങ്കിൽ ഇതേ രീതി കിറ്റാച്ചിക്ക് എടുക്കുക. കിറ്റാച്ചി ചെല്ലുന്നിടത്തൊക്കെ കിറ്റാച്ചി കയറ്റാം. ഇതിനകത്ത് കിറ്റാച്ചി കയറിയതാണ്. ഇത് ആൾക്കാർ നിന്ന് എടുത്തതാണ്. ഇത് ഓണക്ക് തോട്ടം എടുത്തിട്ട് ഈ പാത്തി കൂടെ ഞങ്ങൾ കിറ്റാച്ചിക്ക് പാത്തി എടുക്കുന്ന ഒരു അറിവില്ലാത്തവൻ കിറ്റാച്ചിക്ക് താക്കും കിളരം കിട്ടാൻ വേണ്ടി. വെള്ളം തേക്കണേ മീഡിയം, അതായത് അടിയിലോട്ട് താത്ത് കഴിയും പുളിക്കട്ടയാണ്.
ഈ മണ്ണിനെ അടിത്തട്ടിനകത്തിരിക്കുന്നൊരു പുളിമണ്ണ്. അത് അതിനെ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമുക്കുള്ള ഡോക്ടറിങ്ങിന് പഠിക്കുന്നതല്ല. ഇത് ചീര ഇടുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ കളനാശിനി അടിക്കുക. കളനാശിനി അടിച്ച് കാല ഒരുക്കുക. പിന്നെ വാരം കോരുക. വാരം കോരി കഴിയുമ്പോൾ തന്നെ തൂമ്പായ്ക്ക് കിളയ്ക്കാൻ സൗകര്യമുള്ളൊരു തൂമ്പായ്ക്ക് കിളച്ച് പൊടിക്കുക. പൊടിച്ച് വെച്ച് കോഴിക്കാട്ടം വാരി ഇടുക. മേളിൽ കോഴിക്കാട്ടം വാരി ഇട്ടിട്ട് കുമ്മായം ഇടും. കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് മുപ്പല്ലിക്ക് വലിക്കും. നിരപ്പാക്കി ഇത് കണക്ക് ലെവൽ ചെയ്യും. ലെവൽ ചെയ്ത് ചീരേരി വാരി വെക്കുക. എനിക്ക് മുപ്പല്ലിക്ക് വലിക്കേണ്ട, ഞങ്ങൾക്ക് ഈ ഗാർഡൻ മെഷീൻ ഉള്ളതുകൊണ്ട് അതിന് പൂട്ടത്തേ ഉള്ളൂ. അതിന് നല്ല പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അത്ര ലാഭമുണ്ട്. മെഷീൻ മേടിച്ച് ഉള്ളവർക്ക് മെഷീൻ പൂട്ടാം. ഈ ആൾക്കാർ ബംഗാളികൾ തന്നെ നടക്കും. 10 പേരുടെ പണി നടക്കും. ഉച്ച 11:30-12 ആകുമ്പോൾ ഒരു 4 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഏക്കർ സ്ഥലം പൂട്ടിയെടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെതായ ലാഭമുണ്ട്. മുളയ്ക്കുന്നത് 3.5 ദിവസം 4 ദിവസം കൊണ്ട് മുളയ്ക്കും. 8-ാം പൊക്കം വളവിടും, പാക്ടംബൂസ് ഇടും. പിന്നെ ആദ്യത്തെ ജൈവവളം കഴിഞ്ഞാൽ 8-ാം പൊക്കം ചെറുതായിട്ടും തൂളും. പിന്നെ 8 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇടുമ്പോഴത്തേനെ നമ്മൾ ചൂലിൽ നിന്ന് അടിക്കും. അങ്ങനെ 2 പ്രാവശ്യം ഇച്ചിരിച്ച പാക്ടംബൂസ് ഇടും. അതായത് 1 സെൻറ്റിന് 3 കിലോ. 1 സെൻറ്റിന് 1 ചാക്ക് കോഴിക്കാട്ടം വെച്ച് പിഴിയും. കോഴിക്കാട്ടം കൂടുതലിട്ടാൽ ചീരയിൽ കിളുക്കത്തില്ല. ഇത് പച്ചച്ചീര ഇത് ഉണക്ക് ചൂടലിലേ ഇടാവുള്ളൂ. ചൂടലി പച്ചച്ചീര പിടിക്കും. ഈ ചുമലച്ചീരയ്ക്ക് നല്ല സൂര്യപ്രകാശം വേണം. അതിനാണ് ഈ തെങ്ങ് കൂടുതലുള്ളത് ഞങ്ങൾ പച്ച ഇട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വാരത്തിൻ്റെ തുമ്പിന്. അപ്പോൾ ഈ പച്ച ഉണ്ടെങ്കിലേ ചുമലയും വിറ്റ് പോത്തുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് പച്ച ഞങ്ങളുടെ വലുതില്ലാതെ ഞാൻ വേറെ കർഷകരുടെ മേടിക്കുമായിരുന്നു. ഇത് കണ്ടോ, ചീര വളർന്ന് കിടക്കുന്ന കണ്ടോ. ഇതൊന്ന് പറിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ ആഴ്ച മുതൽ പറിക്കാൻ തുടങ്ങി. 5 ദിവസം പറിച്ച് തീർന്നു. അതിനകത്തൊരു 5000 കെട്ട് ചീരയുണ്ട്. 5000-1200 ഉണ്ടായിരുന്നു. ഒരേക്കറിൽ ഇന്നത് കിട്ടുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ തട്ട് കിട്ടിയാൽ കിട്ടിയതാണ്. അതുകൊണ്ട് അതിപ്പം തന്നെ 1000 കെട്ട് ചീരയുണ്ട്. അത് പുള്ളിക്കുത്ത് വന്ന് നിൽക്കുമോ, അത് പറിക്കാനൊക്കത്തില്ല. അടുത്ത് വന്നാലേ കാണത്തുള്ളൂ. അതേസമയം ഇത് നല്ല ക്ലാമറാണ്. ഇത് വിറ്റ് പോകും. അത് വിൽക്കത്തില്ല. അത് ഇനിയും പശുവിന് കൊടുക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കളയാനോ ഒക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ ക്രിസ്മസും ന്യൂ ഇയറും വന്നപ്പോഴത്തേനെ ആൾക്കാർ വന്നില്ല. ഇതിനൊരു സമയമുണ്ട്. ആ സമയത്തുള്ള ഇത് പറിച്ച കാലമായി പറിച്ചെടുത്തിട്ട് 2ാമത് കിളുത്ത് വന്നു. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായി കിട്ടുന്നത് നമ്മൾക്ക് കർമ്മമെന്ന് പറയുന്ന സാധനം. നമ്മൾ ദൈവത്തെ വിളിച്ചിറങ്ങി ശ്രമം വേണം. ആദ്യമേ കർഷകൻ രക്ഷപ്പെടണം. ഇടിപിടിയിൽ നിന്ന് ദേഷ്യപ്പെടുവോ അല്ലെ ഒരു പണികാരം വന്നില്ലെങ്കിൽ നമുക്കൂടെ ചെയ്യാൻ മനസ്സ് വേണം. ചീരയ്ക്ക് കേടുവരും, മണിക്കൂർ വെച്ച് കേടുവരുന്നതിന് വേണ്ടി നമ്മൾ ഈ ചാണകം വെള്ളം കലക്കിയിട്ട് അതിനൊരു കൂട്ടുണ്ട്. ആ കൂട്ടനുസരിച്ച് നമ്മളിത് അതിനകത്ത് ചില റോഗർ കൂടെ കൂട്ടി. റോഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി ചീയിച്ചാൽ മതി. റോഗറിന് പകരം മത്തി ചീയിച്ച് വാറ്റിയെടുക്കുന്ന ഈ റോഗർ എന്ന് പറഞ്ഞ സാധനം. നമുക്ക് മത്തിയൊക്കെ മേടിക്കാൻ സമയമില്ലാത്തതിന് ഞങ്ങൾ തന്നെ റോഗർ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ചേർക്കും. 2 മില്ലി ചേർത്ത് കഴിയുമ്പോൾ അടിക്കുമ്പം കേടുവരത്തില്ല. പിന്നെ എത്ര വന്നാലും നമുക്ക് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടുവരും. സമയം കഴിഞ്ഞ് വന്നാൽ ഇപ്പോൾ ഇത് 1000 കെട്ട് ചീരയുണ്ട്. 1000 കെട്ട് ചീരയെന്ന് പറയുമ്പം നമുക്ക് 30 രൂപ വിലയാണ്. 30,000 രൂപയാണ് പോയത്. 30,000 രൂപയ്ക്കകത്തു നിന്ന് 6 രൂപ വേലക്കൂലിയാവും കേട്ടോ. ഇത് പറിച്ച് കെട്ടുന്നതിന് 5 രൂപയാണ്. പിന്നെ ചരട് ഈ കാര്യം ഇതിനെ മണ്ട തെളിഞ്ഞ് നിൽക്കുക. ഇത് പറിച്ച് കഴിഞ്ഞപ്പം സമയത്ത് പറിക്കാതെ വന്നപ്പോൾ ഈച്ചക്കുത്ത്. സത്യത്തിന് ഇതിന് രുചിയുണ്ട് എടുക്കുന്നുണ്ട്. മനുഷ്യന് എല്ലാം വിഷം പിടിച്ച സാധനം മതി, ക്ലാമറുള്ള സാധനം മതി. ഇതാണ് കഴിക്കാൻ നല്ലത്. ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടായാലേ ഇത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എല്ലാം പറഞ്ഞാലും നമുക്ക് നമ്മൾ അരി ഇടാൻ വരുമ്പോഴും ദൈവത്തെ വിളിച്ച് പോകണം. കണ്ടത്തിൽ ഇറങ്ങുമ്പം ദൈവത്തെ വിളിക്കണം. കയറി പോകണതിൻ്റെ മതി. ഇന്നലെ ന്യൂനമർദ്ദം കൊണ്ടെന്ന് പറഞ്ഞു. 5 ദിവസം മഴയാണ്. ഇത്രയും ചീര നിൽക്കുന്നതിൻ്റെ 75,000 1 രൂപയുടെ അടുത്ത സാധനം. വെള്ളം കയറി. എൻ്റെ മാതാവേന്ന് ഒറ്റ വിളിയെ വിളിച്ചു. എൻ്റെ മരിച്ചുപോയ അപ്പനെ വിളിച്ചു. മഴ എങ്ങോട്ടോ പോയി. മല്ലപ്പള്ളി സൈഡിലോട്ടോ ഹരിയാനയിലോട്ടോ പോയി. മഴ മാറി. അതായത് കർഷകനെ പണിയെടുക്കുന്ന കണ്ടെത്തി കഷ്ടപ്പെടുന്നവനെ ദൈവം മറക്കത്തില്ല. ഇത്ര നേരം കണ്ട് നിങ്ങൾ വന്നപ്പോഴും തോന്നി. എൻ്റെ പരുവം കണ്ടു. നേരം വെളുത്ത് പാതിരായ്ക്ക് ഇറങ്ങിയതാണ്. പാതിരായ്ക്കല്ല 10 മണിയാകുമ്പോൾ ചീര പറിക്കാൻ ഇറങ്ങിയതാണ്. അത് എല്ലാ കർഷകനും അറിയത്തില്ല. ചിലർ കൂടി വന്നാൽ ഉടനെ പൈസ ഉണ്ടാക്കണം. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കൃഷി എന്ന് പറയുന്നത്. പൈസ പയ്യെ പണിതേ വരത്തുള്ളൂ. ഈ മണ്ണ് വേദനിച്ചിട്ട് ഇത് ഒരു ഗൾഫുകാരൻ മേടിച്ചിട്ട് വെച്ച് നമുക്ക് തന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലായിട്ട് 28 വർഷത്തെ മേളിലായിട്ടുണ്ട്.
30,000 രൂപ പാട്ട തേങ്ങ വരെ ഞാനാണ് ഇടുന്നത്. ഇതിപ്പം മൂന്നാമതൊരു കൈക്ക് കൊടുത്താൽ 50,000 രൂപയ്ക്കൊണ്ട് മൂന്നാമതൊരു നട്ടലും പ്രകാരം ഇത് കൃഷി ചെയ്യത്തില്ല. ഇത്രയും തോട്ടം കൃഷി ചെയ്യണമെങ്കിൽ പോയ ഒരു വെള്ളക്കെട്ട് വന്നാൽ 3 ലക്ഷം രൂപയാണ് പോകുന്നത്. കിട്ടിയ 3 ലക്ഷം രൂപയുടെ കിട്ടുന്നത്. പിന്നെ എൻ്റെ വേതനക്കൂലി ഞാൻ പണിയുന്ന 1,500 രൂപയുടെ 2,000 ഇന്ന് 2,000 മേളിൽ പണിതിട്ടുണ്ട്. ആ പണിക്കൂലി നമുക്ക് വരുക 10 ദിവസം പണിയുമ്പോൾ തന്നെ നമുക്ക് 20,000 നമ്മുടെ വീട്ടിൽ വരുമാനം. പണിയാൻ മനസ്സ് വേണം. എന്നിട്ട് ഷുഗർ ഉണ്ടായിട്ട് നമ്മൾ ഇറങ്ങുക. ഇത് കണ്ടോ, ഉമ്മ മുത്തു ഇപ്പോൾ ഈ ചീര ഇത് 2 ദിവസം കഴിഞ്ഞ് പറിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്ലാൻ മാറും. ഇപ്പോൾ നാളെ ഞായറാഴ്ച, നാളെ വല്ല 1-2 കച്ചവടക്കാരെ വരത്തുള്ളൂ. ഇത് കണ്ടോ, ഞങ്ങളുടെ പാത്തികളുണ്ട്. ഈ പാത്തിക്കകത്താണ് ഞങ്ങൾ വെള്ളം ഇറങ്ങി തേകുന്നത്. ഇത് മലയേന്ന് ഒഴുക്ക് വരുന്ന ഓരോ കണ്ടത്തിനും ഘട്ടം ഘട്ടമായിട്ടുള്ള തൂമ്പുണ്ട്. ഇത് കെട്ട് ഇവിടുത്തെ ഉപയോഗം കഴിയുമ്പോൾ അങ്ങപ്പുറത്തോട്ട് പറഞ്ഞു. ആദ്യം മേക്കണ്ടതിൽ പിന്നെ മോട്ടർ അടിക്കുന്ന സമയത്ത് മോട്ടർ ഇഞ്ചിനകത്തോട്ട് കണ്ടത് അതിന് തിരിപ്പുണ്ട്. വീട്ടിലും ഇരിപ്പുണ്ട്. 3 ഇഞ്ചിനുണ്ട്. ഈ ഇഞ്ചിന് ഞങ്ങൾ തോട്ടി ഈ മണ്ണും ചാക്ക നിറച്ചിട്ട് അതിനകത്തിടും. തോട്ടിൽ അടച്ച് കഴിയുമ്പം വെള്ളം കൊള്ളും. മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. എന്നിട്ട് അത് അടിച്ച് കയറ്റും. ഇപ്പോൾ ഒഴുകി കയറുന്നുണ്ട്. ഇപ്പം മഴയും തോട്ടി വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ഒഴുകി കയറും. ഒരു 2 മാസത്തോടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് ക്ഷാമം വരും. ഇത് ദൈവം തരുന്ന ഒരു ഭാഗ്യമാണ്. ഇത് ഞങ്ങൾ 10 ദിവസം മുമ്പ് ഇതിനകത്ത് ചീര പറിച്ചെടുത്ത ഈ തോട്ടം മൊത്തം. ഈ പച്ചച്ചീരയ്ക്ക് ജീവിതത്തിൽ കേട് വരത്തില്ല. ഇത് 2ാം തടയാണ്. ആദ്യം പറിച്ചത് കൊണ്ടാണ് കണ്ടിച്ചെടുത്തത് വരെ ഉണ്ടല്ലോ വലിയ വലിപ്പമായതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശകലം ഈ കോഴികളും ചില കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയും കൂടെ അങ്ങോട്ട് വാരിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തല പൊട്ടി വന്നു. ഒരു വാരത്തിൽ 100 കെട്ടി മേളിലുണ്ട്. 3 വാരം പറിക്കുമ്പോൾ 300 കെട്ടത്. ഇപ്പം ഇതിനകത്തുനിന്ന് 15 ഒരു പറിച്ചെടുത്താൽ 300 കെട്ടി ചീര കിട്ടുമ്പോൾ 9,000 രൂപയാണ്. 9,000 രൂപയ്ക്കകത്ത് 6,000 രൂപ ചിലവ് പോകും. പിന്നെ മുടക്ക് വേറെയുണ്ട്. ഇതിനൊരു മുടക്കുമില്ല. അതൊക്കെ ഒരു ലാഭമാണ് കർഷകന്. അത് മറ്റുള്ളൊരു ശല്യക്കാരൊന്നും ഇല്ലെങ്കിൽ. മുപ്പത് കെട്ട് കൊണ്ടുപോകുന്നുണ്ട്, 50 കൊണ്ടുപോകുന്നവരുണ്ട്, 400 കൊണ്ടുപോകുന്നുണ്ട്, 1000 കൊണ്ടുപോകുന്നവരുണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെയല്ല ഇതിൻ്റെ പ്രയോജനം. കോഴിക്കാട്ടക്കാരന് പ്രയോജനം, കണ്ടക്കാരന് പ്രയോജനം, കളനാശിനിക്കാരന് കാരണം, കീടനാശിനി കമ്പനിക്കാരന് പ്രയോജനം, ചരട് കമ്പനിക്കാരന് പ്രയോജനം, ഉൽപ്പാദനം ഉണ്ടാക്കും കഴിക്കുന്നവന് പ്രയോജനം. ഇത് വിറ്റ് ലാഭം കൊടുക്കും. ഞങ്ങൾക്ക് 30 രൂപയെ കിട്ടത്തുള്ളൂ. 30 രൂപയുടെ ഒരു കർഷകൻ 5 രൂപയെ ലാഭം കിട്ടത്തുള്ളൂ. ഉണ്ടായി കിട്ടിയാൽ ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോകും. ഇത് വിറ്റൊഴിച്ച് കഴിയുമ്പോൾ ഈ 5 രൂപ മതി. 1000 കെട്ടാൽ നമുക്ക് എൻ്റെ വേതനക്കൂലിയും കിട്ടുമല്ലേ. വേതനക്കൂലി പറിക്കക്കൂലിയും കിട്ടും. ഒരേക്കറിൽ നിന്ന് ഉണ്ടായി കിട്ടിയാൽ നമുക്കൊരു 75,000 രൂപ പിരിഞ്ഞ് കിട്ടും. 75,000 രൂപ പിരിഞ്ഞ് കിട്ടിയാൽ നമുക്കൊരു 25,000 രൂപ ലാഭം കിട്ടും. പിന്നെ എൻ്റെ പണിക്കൂലി ഒരു 15 രൂപയോളം കിട്ടും. അത് വേറെ. അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. അത് എല്ലാ കൃഷിക്കും കിട്ടും എന്ന് പറയാനൊക്കത്തില്ല. കൃഷി ഒരു വരവാണ്, ദൈവം തരുന്നൊരു ഭാഗ്യമാണ്. അത് പിന്നെ നമ്മളെ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് പോകാനോ ഒരു ശവോടക്കിന് പോകാനോ ഓടിച്ചെന്ന് വെച്ച് രാത്രി കണ്ടേച്ച് നമ്മൾ പോരത്തില്ല. അത്യാവശ്യക്കാർക്ക് ഇതേന്നും പറഞ്ഞ് നമ്മൾ നിൽക്കണം. നിന്നാലേ ഇത് നിൽക്കത്തുള്ളൂ. ഇന്ന് ഒരാളെ കൂടെ ഇന്ന് കൂടുതൽ ഓർഡർ ഉണ്ടായിട്ട് ഒരാളെ കൂടെ വിളിച്ചിട്ട് ആളില്ലാഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ ഇറങ്ങുമോ? നിങ്ങളുടെ അവരുടെ കൂടെ എപ്പോഴും നമ്മൾ ഇറങ്ങും. ഇത് ഇന്ന് പറിച്ച തോട്ടമാണ്. ഇത് ഈ സൈഡിൽ പുല്ല് നിൽക്കുന്ന ഈ പുല്ല് ഞങ്ങൾ ചെത്തിക്കത്തില്ല. ചീരപ്പറി കഴിയാതെ ഈ പുല്ല് ചെത്തില്ല. പുല്ലേൽ ഇളകിയ പുല്ലേൽ ഒരു ഈച്ചയുണ്ട്. ഈച്ചയാണ് നമുക്കിത് വരുത്തുന്നത്. അനക്കാലേ അറിയത്തുള്ളൂ. ആ ഈച്ച കയറി അത് കടിക്കും. നമുക്കും പശുവുണ്ട്. നമ്മൾ അങ്ങേറ്റം മുതലേ ചെത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ചെത്തി എടുത്ത് കഴിഞ്ഞ് പിന്നെ കളനാശിനി അടിക്കും. അപ്പോൾ ഈ പുല്ലുകൊണ്ട് നമുക്കൊരു വീട്ടിലൊരു പശു നടക്കും, ചാണകം കിട്ടും. എല്ലാം ഓരോ സൈഡ് പണികളാണ്. ചില കൃഷിക്കാർ ജൈവവളമൊന്നും ഇല്ലാതെ കൃഷി അങ്ങോട്ട് ഇറക്കും. കൃഷി ഇറക്കി കഴിയുമ്പോൾ ജൈവവളമൊക്കെ ഇടാതെ കൃഷി ഇറക്കും. കുറച്ച് യൂറിയായും വാരിയിടും, പൊട്ടാഷ്യം വാരിയിട്ടും, രാസവളം ഇട്ട് എളുപ്പം പണിക്കാരനെ നിർത്തും. ചുമട് ഇത് കണ്ടോ, നമ്മുടെ സൈറ്റാണ്. ഇത് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതിനകത്ത് വാരിയിട്ട് കുമ്മായം കോഴിവളമോ. ഇനി ഞങ്ങൾ മെഷീന് പൂട്ടും. മെഷീന് പൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് തടം വെട്ടി ഇതിനകത്ത് വെണ്ട ഇടാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ട്രിപ്പൂടെ കളനാശിനി അടിക്കും. ഇങ്ങനെ ആ കൃഷി ഇറക്കേണ്ടത്. ഇപ്പം കളനാശിനി അടിച്ചത് കണ്ടോ, മണ്ണൊരുക്കി വൃത്തിയാക്കിയിട്ട് ചപ്പ് വാരിയിട്ടിരിക്കുന്നുണ്ടോ.
അത് കഴിഞ്ഞിട്ട് ഈ തടം കുത്തി അതിനകത്ത് കുമ്മായവും കോഴിവളവും കൂടി ഇട്ടിട്ട് നമ്മളിപ്പം പടവലങ്ങ അരി ഇട്ടതാണ് 3 അരി. ഇതിന് എനിക്ക് തണ്ണിമത്തൻ്റെ അരി എനിക്ക് ചീരിയരിയൊക്കെ തരുന്ന അഗ്രികൾച്ചർ ജോലിയുള്ള റോയ് സാർ എന്ന് പറഞ്ഞ ഒരാൾ തന്നാണ്. ഇത് ഹൈബ്രിഡാണ്, വെളിയിൽ നിന്ന് ഇത് ഡബിൾ കായ്ക്കും നമ്മുടെ മറ്റേ നാടനേക്കാളും. 3 എണ്ണം ഇട്ട് 3 ഇതിന് കിലോയ്ക്ക് 10,000 രൂപ, മറ്റേ 3,500 4,000 രൂപ നമ്മുടെ ഇവിടുത്തെ നാടന്. അങ്ങനെ വലിച്ചു കെട്ടി. ഇത് പടങ്ങാണ്, പടം കിട്ടിയിരിക്കുന്നുണ്ട്. പടം ഇടുന്നതിനൊരു സാധനം തൂണ് ചായച്ച പുറം തൂണല്ല ഇട്ടിരിക്കുന്നത്, വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പി ഉണ്ടോ, ഈ കുറ്റിയല്ല ഈ പടങ്ങ് നിൽക്കുന്നത്. ഈ കുറ്റി ഒടിഞ്ഞു പോയാൽ കഴിഞ്ഞു. കുറ്റി ഞങ്ങൾ മാറും 4 മാസം 5 മാസം. ഇതിപ്പം ഇവിടം വരെ വെള്ളക്കെട്ടായിരുന്നു. ഇത് കണ്ടോ, ഇതേ ലെവലിന് വെള്ളം നിന്നാണ് ഈ കമ്പികൾ മുഴുവൻ തുരുമ്പടിച്ച് അങ്ങ് വരെ നോക്കിക്ക്. ഇപ്പോൾ 6 മാസമായിട്ട് കൃഷി വെള്ളക്കെട്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ തോടളിഞ്ഞുകൊണ്ട് 360 ദിവസവും കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടമാണ്, ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇത് കർഷകന് കുറേ കാശ് വാരി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കൃഷിക്കാരന് അവന് തോട് തെളിഞ്ഞില്ലെങ്കിൽ ഇതാ പ്രശ്നങ്ങൾ മുഴുവനും. തോട് തെളിയണം, അവൻ്റെ ഉൽപ്പാദനം സർക്കാർ ഏറ്റെടുക്കണം, കോർപ്പറേഷനോ സൊസൈറ്റി വഴിയൊക്കെ. ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ നമ്മൾ ഈ കട വില കുറവാണ്, ഇവിടുന്ന് അങ്ങപ്പുറത്തെ കടയിൽ ചെന്ന് അവിടെ ഉടനെ ഫോൺ വിളിക്കും. 5 കിൻഡൽ പടവലങ്ങ വരുന്നുണ്ട്, ഇന്ന ആടെ വണ്ടിയല്ല വരുന്നത്, അതിന് 1 കിൻഡൽ എനിക്കൂടെ തന്നെ, നീ 20 രൂപ കൂട്ടി പറയല്ലേ, അല്ല 10 രൂപ കൂട്ടി പറയല്ലേ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവൻ എൻ്റെ ചങ്ക് പോട്ടും, ഇവൻ ഇട്ട് കൊടുത്തേച്ച് കൂടും, തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കൂ. ബിസിനസ്സുകാർക്ക് എപ്പോഴും 20 രൂപ 50 രൂപ ലാഭം കിട്ടും. അങ്ങനെ ചൂഷണം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത തലമുറ ഇറങ്ങുന്നില്ല. പടവലം മോനയ ഇതിപ്പോൾ അരിയിട്ട് ഇന്നിപ്പോൾ 8 ദിവസമായതാണ്. ഇത് കിളുത്തു, 7-ാം പൊക്കം കിളുത്തു. 8 ദിവസവും ഇത് കിളുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം വളവിടണം. 2 പ്രാവശ്യം വളവിട്ട് കഴിയുമ്പോൾ അത് കോഴിവളവും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ ഇടുന്നത്. പേരിന് ശകലം പാക്ടോമ്പസ് ചേർക്കും. ശകലം രാസവളം ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചെടി ഇതിനകത്ത് വലിച്ചെടുക്കും. ഈ ജൈവവളം വലിച്ചെടുക്കാനുള്ള ശക്തി കൊടുക്കും. അങ്ങനെ വെട്ടി മൂടും. ഇനി തടം തുറന്നിട്ടാണ് ഇതെല്ലാം ഇടുന്നത്. എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ ആയുധമായിരിക്കുന്നു. ഈ തൂമ്പായ്ക്ക് തുറന്ന് ഞങ്ങൾ റെഡിയാക്കി പിന്നെ കുത്തിമൂടും. മഴവെള്ളത്തിനെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചൂടെ കൂന കെട്ടിയ പൊക്കുന്നത്. കഴിയുമ്പോഴത്തേന് പിന്നെ ഇവൻ വരും. കയറി വരുമ്പോഴത്തേന് വള്ളി കെട്ടി വെക്കും. വള്ളി ഇങ്ങനെ ഇത്തക്കട കയറി അങ്ങ് പൊക്കോളും. പിന്നെ 70-ാം പൊക്കം മുതൽ അങ്ങ് കായ്ച്ച് വരത്തേ ഉള്ളൂ. നമുക്ക് ഒരു മൂടിനൊരു 75 രൂപ 80 രൂപയ്ക്കുള്ളിൽ മുടക്ക് വരത്തില്ല. അവൻ കായ്ച്ച് കിട്ടിയ ഒരു 300 രൂപയുടെ വരെ പടവലങ്ങ കിട്ടും. 30 രൂപ കിട്ടാതും പോവും ചില സീസൺ. ഈ ഓലാഞ്ഞാൽ ഈ പച്ചലക്കൂടൊക്കെ കയറി കിട്ടും. നമ്മൾ പിന്നെ കൂടിടാനാണ് കാരണം പണികൂലി കൊടുക്കും, മുതലാകത്തില്ല. അതായത് 850 രൂപ ബംഗാളിക്ക് തച്ച, പെണ്ണുങ്ങൾക്ക് 500 രൂപ തച്ച, അത് വെച്ച് കവറിട്ടു. പിന്നെ ചെത്താൻ നേരം കവർ അങ്ങനൊന്നും മുതലാകത്തില്ല. ഇത് പ്ലാസ്റ്റിക് പടങ്ങായിട്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് പടങ്ങയിലാണ് കയറ് പോകത്തില്ല. 5 കൊല്ലം കഴിഞ്ഞാലും കമ്പി പോകും. കേട് വരുന്നതിന് നമ്മൾ ശകലം റോവർ ചേർക്കും. റോവറും ആൻഡ്രാക്കോളിൻ്റെ പൗഡർ, ആൻഡ്രാക്കോൾ കുഴച്ച് 2 മില്ലി വെച്ച്, ആൻഡ്രാക്കോളും 2 മില്ലി വെച്ച് റോവറും കൂടെ കൂട്ടി പമ്പിനകത്ത് സ്പ്രേ ചെയ്യും. അത് അടിക്കുമ്പോൾ ഒന്നിൽ അതിരാവിലെ അല്ലെങ്കിൽ ഒരു 4 മണി കഴിഞ്ഞ് അടിക്കുള്ളൂ. ഉച്ച സമയത്ത് അടിച്ചു കഴിയുമ്പോൾ ഇത് നനച്ചടിക്കുമ്പോൾ പവർ കൂടും, പിന്നെ ചുരുണ്ടു പോകും. പിന്നെ ഈ കായായി കഴിയുമ്പോൾ ഞങ്ങൾ ഈച്ചക്കണി കൊമരകത്ത് പോയി കാവനാറ്റിൻകര പോകും. 155 രൂപയ്ക്ക് ഒരു 25 സെൻറ്റിന് ഒരെണ്ണം മതി. അത് വെച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കെട്ടിത്തൂക്കും. ഈച്ചകൾ മുഴുവൻ ഇതിനകത്ത് വന്ന് കിടക്കും. ഈച്ചകൾ മുഴുവൻ വന്ന് കിടക്കുമ്പം ഈച്ച ചത്തു പോകുമ്പം വിഷാംശമില്ല ഈ ചെടിക്ക്, കായ്ക്ക്. മറ്റൊന്ന് പറഞ്ഞാൽ അമിതമായ വിഷമടിച്ച ഈ തമിഴ്നാട്ടിൽ നിന്ന് വിഷം മുക്കി വരുന്നവരുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോഴാണ് ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ ആരും വിഷം മേടിക്കത്തില്ല, മുടക്ക് കൂടുതലാണ്. ഇതുപോണൊക്കെയുള്ള ഞൊടുക്ക് കൃഷി. ആ സാധനത്തിന് വില കൂടി ഇപ്പോൾ അതിനേക്കാളും വേറെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ എന്നെ അടുത്ത് തോട്ടി 1/2 മണിക്കൂർ ഞാനും എൻ്റെ പണിക്കാരനും കൂടെ കുപ്പി പെറുക്കി വെച്ച് ഇവനെ ഈച്ചപ്പൊടി മേടിക്കും. ഈച്ചപ്പൊടി മേടിച്ച് നമ്മൾ പൈനാപ്പിളിൻ്റെയോ അല്ലെ മാങ്ങയുടെ ചാറിനകത്ത് ഇവനെ ബക്കറ്റിനകത്ത് കലക്കിട്ട് ഈച്ചപ്പൊടി ഒഴിച്ചിട്ട് ഈ സ്പൂണിന് ചോർപ്പിനകത്ത് കുപ്പിക്കകത്തോട്ട് ഒഴിക്കും. കുപ്പിയുടെ ചുവട് വകരെ പള്ളക്ക് കണ്ട് കമ്പി പഴിപ്പിച്ച് 3 കിഴുത്തിട്ട് ഇവനെ കയറ്റിയിടും. മഴയാണേലും അടപ്പടക്കത്തുള്ളൂ. അല്ലെ പിന്നെയും 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയിക്കുക. ഒരു കുപ്പിക്കകത്ത് 1000 ഈച്ചകൾ ചാവും. അത് മനസ്സിലായി. അപ്പം നമുക്ക് ഒരു 10,000 രൂപയുടെ വിഷം അടിക്കുന്നിടത്ത് വെറും 200 രൂപയുടെ പരിപാടി മാത്രമേ. അതും വേസ്റ്റ് കൈതച്ചൊക്കെ കിട്ടും, വേസ്റ്റ് മാങ്ങാൻ കിട്ടും. അത് വണ്ടിയും കൊണ്ട് ചെന്ന് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നാൽ അത്
വേറൊരു ബക്കറ്റിനകത്ത് കൊടുത്ത് ഈച്ചപ്പിടി കൊടുത്ത് 2 മണിക്കൂർ വെക്കണം. ആ 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അതിനെ സ്പൂണ് കൊണ്ട് ചോർപ്പെടുത്ത് കോരി ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ സ്വന്തമായിട്ട് തൂമ്പ വിട്ട് മേടിച്ചതാണ്. 2 മെഷീൻ ഇരിക്കുന്നു. ഇതിപ്പം ഇത് തന്നെ നമ്മുടെ 60,000 രൂപയുടെ മെഷീൻ ഉണ്ടാതെ അതിന് ആ സാധനം ഞാൻ ഈ അടുത്ത നാളെ ഒരെണ്ണം കൂടെ മേടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു കരവടച്ച രസീത് കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛാ 1500 കൂട്ടം കേസ് കേട്ടോ അവർ പറയുന്നത്. അവനങ്ങോട്ടൊരു വീട്ടുപാതൊക്കെ പടിയലോട്ട് ഇരുന്നേച്ച് ഇവിടുന്ന് ഹരിയാനയിൽ നിന്ന് ഒരു രാജ എന്ന് പറഞ്ഞൊരു കമ്പനി എടുത്തത് ഈ പുത്തൻ മെഷീൻ. ആ സാധനം നമുക്കിവിടെ മേടിക്കണമെങ്കിൽ 65,000 രൂപയാണ്. മറ്റേ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഇത് 65, ഇതൊരു 10 വർഷമായതാണ്. ഇത് അതിനേക്കാളും ക്വാളിറ്റിയുള്ള കെട്ടി വെച്ചിരിക്കുക, അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതാണ് മറ്റേത്. 42,000 രൂപയ്ക്ക് 7-ാം പോക്ക് എൻ്റെ വീട്ടിൽ വന്നു. കർഷകനെ നന്നാക്കുമോ സബ്സിഡി കൊണ്ടെന്ന് പറഞ്ഞു. എന്നതിനാ നെറ്റിനകത്ത് അടിച്ചു നോക്കി. രാജ എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയത്തില്ല, ഉടനെ ബംഗാളിയെ കൊണ്ട് പറഞ്ഞു. എനിക്ക് ഒന്നും ABCD അറിയത്തില്ല. എൻ്റെ മോൻ പറഞ്ഞു ബായിയെ കൊണ്ട് പറയപ്പോൾ നമുക്കൊരു വിഷയം വേണമെന്ന്. ഒരു 2,000 രൂപ അക്കൗണ്ട് ഇടാൻ പറഞ്ഞു, ഫോൺ നമ്പറും കൊടുക്കാൻ. ബാക്കി വണ്ടി വരുമ്പോഴേ 7-ാം പോക്കം വീട്ടിൽ വന്നു. വണ്ടി കൊരിയർ വഴി. ഇതൊക്കെയാണ് ആ സാധനം. 42 രൂപ മുടക്കുള്ളൂ. ആ സമയം നമ്മൾ മേടിക്കണ ഇതിന് 63,000 രൂപ വിലയാണ്. ഈ 63,000 രൂപയ്ക്ക് പകുതി സബ്സിഡി കിട്ടും. അതാണോ ഇതാണോ ലാഭമാർക്കും നമുക്കൊന്നും അറിയാതെ. ഈ സാധനം കമ്പനിക്കാരനും ഉദ്യോഗസ്ഥന്മാരും കൂടി കർഷകനെ പൊട്ടം കളിപ്പിക്കും. പടവലം 70 ദിവസം കൊണ്ട് കായെടുക്കാം. 65 മുതൽ 65-70 പൊക്കം കൂട്ടക്കായ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 40 ദിവസം ഇതിന് ആദായമുള്ളൂ. 40 ദിവസം 3-ാം പൊക്കം ചെത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇറുങ്ങൽ പോലും പിടിക്കും. അത് 10 കിൻഡൽ 1 ഏക്കറിനകത്ത് ചെത്തിയാൽ ഒരു ദിവസം 3-ാം പൊക്കം 10-12 കിൻഡലൊക്കെ കിട്ടും. 1 കിൻഡൽ കിട്ടുന്ന സമയം കാണും. ചെടി കീടങ്ങളൊക്കെ കണ്ടമാനം വന്നു പോയാൽ അതിലൊക്കത്ത് പോയി നമ്മുടെ ചെടി നന്നാവുമ്പം വേറൊരുത്തൻ്റെ കളനാശിനി അവൻ്റെ ഭൂമിക്കകത്ത് അടിക്കുമ്പോൾ അതിൻ്റെ പിത്തപ്രാണികൾ മുഴുവനും കയറുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നശിച്ചു പോകും. അയലോക്കക്കാരന് നമുക്ക് അയൽപ്പറത്ത ഇല്ലാത്തതുണ്ടെങ്കിൽ നമ്മളും രക്ഷപ്പെടത്തുള്ളൂ. നമ്മളോട് യോജിച്ച് ഞാൻ കൃഷി ചെയ്യുമ്പോൾ അവനും കൃഷി ചെയ്യണം. അവൻ്റെ ഭൂമി ചുമ്മാ കിടക്കും, ഞങ്ങൾ കൃഷി ചെയ്യണം. അതിനകത്ത് ഈച്ചകൾ വളരും. ഈച്ചകൾ വരുമ്പോൾ ഞങ്ങളെ പോലുള്ള കർഷകൻ ക്ഷീണം. ഒത്തൊരുമയായിട്ട് കർഷകൻ ഒരുത്തം പടവൽ വിടുമ്പോൾ മറ്റവൻ പയറിടും. ഇത് ഒരുക്കിയിട്ടിരിക്കുക, നാളെ ഇതിനകത്ത് പയറും തുടങ്ങി കുത്തും. അപ്പോൾ പയറിന് മേടിക്കാനാണ് പൈസ കൊടുക്കുന്നത്. പയറ് കോഴിക്കാട്ടവും കുമ്മായവും വാരിയിട്ടിട്ട് ആ മെഷീന് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇനി ഒരു പൂട്ടൂടെ പൂട്ടുമ്പോൾ നല്ല ഇളക്കമാകും. ഇത് കണ്ട കൃഷി ചെയ്യുന്ന ഭൂമി കണ്ട, ഇത് കാലുകൊണ്ട് തോണ്ടി അവല് പോലെ കിടക്കുന്നത്, അവല് പോലെ. ഈ ഭൂമി ആക്കി എടുക്കണേ തന്നെ 1 വർഷത്തോളം വേണം. നമ്മൾ ഭൂമി നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പം പാത്തി കിടക്കുന്ന പുല്ല കളനാശിനി അടിച്ചിട്ട് ഞങ്ങൾ മുപ്പല്ലിക്ക് വലിച്ചു കയറ്റിയതാണ്. ഇന്നലെ വലിച്ചു കയറ്റിയ അവർ 2 പേരും ഞാൻ പാത്തിയിൽ ഇറങ്ങി ഇങ്ങനെ വലിച്ചു കയറ്റിയാലേ ഇതിനകത്ത് താരെ കൂടെ വെള്ളം ഇറങ്ങി പോകത്തുള്ളൂ. വെള്ളമില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് പിഞ്ഞാണത്തിന് വെള്ളം തേകാനൊക്കത്തുള്ളൂ. തേകി നനയ്ക്കുക കൊച്ചു പാത്രത്തിന്. ഇതാണ് തടം. ഇതിങ്ങനെ ഇത് തൈകളത്ത് വന്നിരിക്കുക. ഇനി ഈ തടം ഇങ്ങനെ കൈ കൊണ്ടല്ല തൂമ്പായിക്ക് തുറക്കും കേട്ടോ. തൂമ്പായിക്ക് ഇങ്ങനെ തുറന്നിട്ട് കടലപ്പിണ്ണാക്ക് ഒരു 200 ഗ്രാം കടലപ്പിണ്ണാക്കും 10 മണി പാക്ടം ബോസ് ഇട്ടിട്ട് കൊത്തി മൂടും. 1 കിലോ കോഴിവളം ഇടും. 3 കൂടി ഇട്ട് കൊത്തി മൂടി കഴിയുമ്പം പിന്നെ ഒരു 6 ദിവസം 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഈ മുളയുടെ പകുതിയാവും. പിന്നെ ഈ മുറുക്കം ചീറ്റുന്ന പോലെ കയറ്റും. പിന്നെ ഈ ഒരു ഒരു തായ് വെള്ളിയെ കയറ്റി കൊടുത്തുള്ളൂ. മണ്ടയ്ക്ക് എന്നേയും പിന്നെ ചെനപ്പ് വീഴിപ്പിക്കത്തുള്ളൂ. അടി വഴി വരുന്ന സാധനം ഈ തായ് വെള്ളിക്ക് കുഴപ്പമില്ലാത്ത രീതി ഞങ്ങൾ ഒടിച്ച് കളയും. ഒന്നീ ബ്ലേഡിൻ്റെ എത്തും, അല്ലെങ്കിൽ തായ് വെള്ളി കുഴപ്പമില്ലാത്ത നഖത്തിനെ കണ്ടിച്ച് കളഞ്ഞാൽ പിന്നെ ശക്തി വിടും. പന്തല ചെന്ന് കഴിയുമ്പോൾ പിന്നെ ചെനപ്പ് പിന്നെ കണ്ടിക്കത്തില്ല. അപ്പോൾ ആ പന്തല ചെന്ന് കഴിയുമ്പോൾ കായും പൂവായിട്ട് നല്ല ആരോഗ്യമുള്ള വള്ളി തലയുണ്ടാകത്തുള്ളൂ, ശകരങ്ങൾ പൊട്ടത്തുള്ളൂ. ആദ്യം മാതാവിനെ വിളിക്കുക, എല്ലാവരെയും വിളിച്ചേച്ച് പ്രാർത്ഥിച്ചിറങ്ങിയാലേ നമുക്ക് അനുഗ്രഹം കിട്ടും. അത് തൊട്ടി എത്തുമ്പം പള്ളിക്ക് കൊടുക്കും. പള്ളിക്ക് അന്ന് സാധനം കൊടുക്കാനൊത്തില്ല കൊണ്ട് നേർച്ച ഇടും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അത് ചെയ്താലേ അത് ഉണ്ടാകത്തുള്ളൂ. പള്ളിക്ക് പൈസ കൊടുക്കുക എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രയോജനം നമുക്ക് ഉണ്ടാവുമല്ലേ. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമല്ലേ. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥനയില്ലാതെ ഈ കൃഷിക്കകത്തൊക്കെ ഇറങ്ങി ഒന്നും ഉണ്ടാകത്തുമില്ല. നശിക്കപ്പെട്ട് പോകത്തേ ഉള്ളൂ.
ചിലർക്ക് ഇത് അറിയത്തില്ല, ചിലരോടൊന്നും പറഞ്ഞത് മനസ്സിലാകത്തുമില്ല. നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടായി കഴിയുമ്പോൾ ഒരു കന്നിഫലം കിട്ടുമ്പോൾ ഒരു പടവലങ്ങ അല്ല 1 കിലോ പയർ അത് മാതാവിൻ്റെ പള്ളിവാതൊക്കെ കൊണ്ട് നേരെ സൈഡ് ഞായറാഴ്ച ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം അതിൽ ലേലം വിളിക്കും. ഇത് കുർബാനയ്ക്ക് വരുന്നവരെല്ലാം ഇത് കാണും, പാണ്ട്ര ഇന്നാരുടെ ആണല്ലോ പടവലങ്ങ, അല്ല ഒരു കൃഷിക്കാരൻ ചെയ്താണല്ലോ ചേനയും ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കാണുന്നവന് പിന്നെ ഒരു 4 മൂടി ചെയ്യണമെന്ന് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവും. ചില തലമുറയ്ക്ക് ഇത് അറിയത്തില്ല. ലേലം വിളിക്കുന്നത് എന്നതാ, അവൻ പള്ളിയിൽ പോകുന്നില്ല, അവൻ ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇത് മാതാവിന് കൊടുക്കുമ്പം അതിൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേ തന്നെ 10 തല കൂടുതൽ കൂട്ടുക അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പന്തൽ കണ്ടമാനം കെട്ടിക്കിടക്കും, പന്തൽ കയറി വളയും. നമ്മൾ കൊടുക്കുന്ന പറയുമെന്ന് എന്നാന്ന് വിചാരിക്കല്ലേ. പുതുജീവൻ എന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീമാരെ ഏറ്റെടുത്ത് നടത്തുമോ നല്ല രീതി ഒരു 10-20 പേര് വിളിക്കും. ഒരു ജീപ്പ് നിറയെ സാധനം അവർക്ക് കൊടുത്തു വിടും. അത് വാഴ കുലയ്ക്കുമ്പം വാഴയുടെ ചെറിയ അന്തും നല്ലത് കൊടുക്കണമെന്നില്ല, അവർക്ക് കറി വെക്കാൻ വേണ്ടിയാണ്. വളഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത 20 രൂപയുടെ സാധനത്തിന് 3 രൂപ 5 രൂപ കിട്ടത്തുള്ളൂ. അവർക്ക് അവത്തെ 2 കൊട്ട കൊടുക്കുമ്പോൾ അവർ അത്രയും 25 എണ്ണത്തിൻ്റെ വിശപ്പടയുമോ. 25 എണ്ണത്തിൻ്റെ വിശപ്പടയുമ്പോൾ നമുക്ക് അതിൻ്റെയായ പ്രയോജനം നമുക്കും കിട്ടുമോ. നമ്മുടെ സാധനങ്ങളിൽ ഞാനിത് കൊടുക്കുന്ന കാണുമ്പോൾ മറ്റൊരുത്തിനും ഇത് കൊടുക്കണമെന്ന് തോന്നും. ഇവൻ്റെ നിലയിൽ ഇപ്പോൾ ഇതായിരിക്കും. അപ്പം അവർക്കും പ്രാർത്ഥന. അത് നമ്മുടെ ഫോൺ കോൾ കണ്ട ഉടനെ മിന്നൽ നേരം കണ്ട ഒരു വണ്ടി ഇവിടെ വന്നിരിക്കുന്നുള്ള അന്ന് അത് കൊടുത്തു പോവും. അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാകുന്നുമുണ്ട് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ആദായം കിട്ടുന്ന ഒരു പണിയാണ്. കൊച്ചു തലമുറകൾ ഇറങ്ങി വന്നാൽ അതിൻ്റെ വേണ്ടവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഈ കൃഷി ഉണ്ടായി കിട്ടി അത് പഠിക്കണം. അടുത്ത തലമുറകൾക്ക് ഈ സമയങ്ങൾ കഴിഞ്ഞ് തിരുപ്പേ കളിക്കും പിള്ളേരെല്ലാം വീടുകളിലിരുന്ന്. എന്നതിന് നേരം വിളിക്കും ഒരു പാൻറ്റും കോട്ടും ഇട്ട് ഒരു 15,000 രൂപയുടെ ഒരു മൊബൈലും മേടിച്ചു, ഒരു ബൈക്കും മേടിച്ചു, ഇൻഷുറൻസ് ചെയ്ത് വെച്ച് തന്തമാർ വീട്ടിലെ ശല്യത്തിന് ഇറക്കി വിട്ടു. ഇവനെല്ലാം കൃഷി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉൽപ്പാദനം ഉണ്ടാവും. ഇത് കുഞ്ഞുങ്ങളിൽ പിന്നെ ദൈവാനുഗ്രഹം വേണം, രാത്രി പ്രാർത്ഥന വേണം. നേരം വിളിക്കും. ഇന്ന് ഏതെങ്കിലും കത്തോലിക്കൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? സീരിയല്ല, ഒന്ന് സീരിയുമ്പോൾ അടുത്ത സീരിയൽ, ഈ സീരിയൽ കൊണ്ടുണ്ട്. ഇതൊക്കെ ബിസിനസ്സാണ്, അവരുടെ ബിസിനസ്സാണ്. അതൊന്നും അല്ല ചെയ്യേണ്ടത്. ഈ ഒരു 5 സെൻറ്റ് ഉള്ളവനും ടെറസിൻ്റെ മേളിലാണെങ്കിൽ അവൻ്റെ മുറ്റത്താണ് ഒരു കാന്താരി പോലും ഇല്ലാത്തവനുണ്ട്. പയറെന്നാ പടവലം അല്ലെങ്കിൽ കപ്പ എങ്ങനെ ഉണ്ടാകും, കാച്ചിക്ക പറിച്ച് വെച്ചാൽ ഇത് എന്നാത്തിനാണെന്ന് ചോദിക്കുന്നു. ഇതെന്നാത്തിനാണ് ഈ കല്ല് വെച്ചിരിക്കുന്നത് ചോദിക്കുന്ന പിള്ളേരുണ്ട്. 2.75-3 ഏക്കർ സ്ഥലവും ഉണ്ടാക്കി, വീടുണ്ടാക്കി, കാറ് മേടിച്ച്, പച്ചക്കറി കൊണ്ട് വണ്ടിയുണ്ട്, 3 കൊച്ചിനെ കല്യാണം കഴിച്ച് ഇതെല്ലാം നടക്കുന്നുണ്ട്. സ്ഥലവുമായി ഒരു കൊച്ചു വീടുണ്ട്. ഇതെല്ലാം കൃഷി കൊണ്ടാവും. ആരും അപ്പനും അമ്മൂമ്മയോ ഹെൽപ്പ് പോകണോ ഒന്നുമല്ല. കൈ നിറയെ പൈസ കിട്ടും. ദൈവം തന്നാൽ ദൈവം തരണോ അതനുസരിച്ച് നമ്മൾ കയറി. രാത്രി 10 മണിക്ക് ഇറങ്ങിയ പാണ്ടിക്കാരൻ്റെ ലുക്ക ഇപ്പോഴും വീട്ടിൽ കയറിയിട്ടില്ല. ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കൃഷിയാണ്, അത് വിറ്റൊഴിച്ചാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. എന്നെക്കൊണ്ട് സമയമില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ വിറ്റൊഴിക്കത്തില്ല, സാധനം കേടുവരും. സഹിക്കണം, ക്ഷമ വേണം, ദൈവാനുഗ്രഹം.